Hyoid. നമ്മുടെ 3 പ്രോബ്ലം ഉണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് ട്യൂട്ടോറിയലാണ്. ട്യൂട്ടോറിയൽ 2. ഓക്കെ. നമുക്ക് ഈ 3 പ്രോബ്ലത്തിന്റെ റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. റൈറ്റ്. 3 വളരെ ഈസി പ്രോബ്ലമാണ്. ഫോർ JEE main അതുപോലെ തന്നെ ടീം എക്സാമിനൊക്കെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിലൂടെ 3 കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ആദ്യത്തെ പ്രോബ്ലം എന്താണ്? നമുക്ക് ഈ ഫംഗ്ഷൻ അല്ലേ, നമുക്ക് പറയാം y is equal to f of x, right? That is equal to 1 divided by 8 minus 3 sin x. ഇതിന്റെ റേഞ്ച് ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ y അല്ലേ, y യുടെ വാല്യൂ ആണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. ഓക്കെ. അല്ലെങ്കിൽ നമുക്കറിയാം f of x ന്റെ വാല്യൂ, ഇതാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേരിയബിൾ x is called domain. ഓക്കെ. ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. sin x ന്റെ വാല്യൂ എത്രയാ? നമുക്കറിയാം sin x belongs to -1 and 1, right? Or -1 less than or equal to sin x less than or equal to 1. sin x ന്റെ വാല്യൂ എപ്പോഴും -1 ന്റെ 1 ന്റെ ഇടയിലായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? റേഞ്ച് കിട്ടും. ഓക്കെ. ഫോർ y is equal to എന്താ പറയാ, ക്വാണ്ടിറ്റി. അതിന് മുന്നേ നമുക്ക് sin x ന്റെ മിനിമം വാല്യൂ എത്രയാ? -1. ഇത് മാക്സിമം വാല്യൂ അല്ലേ? ഈ sin x is equal to -1. What is y? y is equal to 1 divided by 8 minus 3 into -1. That is equal to 1 by 8 plus 3. That is equal to 1 by 11. Okay. ഈ sin x ന്റെ മാക്സിമം വാല്യൂ കൊടുക്കാം. അത് 1 ആണ്. അപ്പോൾ y യുടെ വാല്യൂ എത്ര വരും? y എന്ന് പറഞ്ഞാൽ 1 by 8 minus 3 into 1. That is equal to 1 by 5. Okay. അപ്പോൾ y യുടെ വാല്യൂ in between 1 by 11 and 1 by 5 ആയിരിക്കും. Okay. അതാണ് ഇതിന്റെ റേഞ്ച്. So y belongs to closed interval 1 by 11 to closed interval 1 by 5. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇതിന്റെ റേഞ്ച് ഇതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് നോക്കാം. ഓക്കെ. ഇവിടെ ലോഗരിതമിക് ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഞാൻ y എന്ന് വിളിക്കും. y is equal to. ഓക്കെ. നൗ നമുക്ക് ഈ 2 നെ അങ്ങോട്ട് കൊണ്ടുവരാലോ. ഈ 2 നെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 raised to y that is equal to sin x minus cos x. ഓക്കെ. ഈ 1 by root നമുക്ക് എങ്ങനെ എഴുതാം? 1 by root. ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് 1 by root plus 3 root 2 by root 2. ഈ റൂട്ടും കട്ട് ചെയ്യുമ്പോൾ അതെന്തായി മാറും? അത് നമുക്ക് 3 എന്ന് എഴുതാം. ഓക്കെ. ഇനി ഇവനെ എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 1 by root കൊണ്ട് cos 5/4 എഴുതാലോ. അപ്പൊ sin x multiplied by cos 5/4 എഴുതാം മൈനസ് cos x multiplied by sin 5/4. ഓക്കെ. ഇനി 2 raised to y. ഇവിടെ 3 ഉണ്ടല്ലോ, അവനെ ഇവിടെ ഞാൻ ഇങ്ങോട്ട് LHS ലോട്ട് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി RHS നെ this is the form sin of a minus b. അപ്പൊ ഇയാളെ നമുക്ക് എന്ത് എഴുതാം? sin of x minus 5/4. That is equal to 2 raised to y minus 3. ഇനി ഇയാളുടെ വാല്യൂ എത്രയാ? ഇയാളുടെ വാല്യൂ ലൈസ് ഇൻ ബിറ്റ്വീൻ -1 and 1. ഓക്കെ. സൈൻ ആണ്, അതിനകത്ത് x minus 5. ഇയാളുടെ വാല്യൂ -1 ഇടയിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അയാള് എന്ന് പറഞ്ഞാൽ ഇയാളാണ്. സോ -1 less than or equal to, instead of sin of x minus 5/4 now 2 raised to y minus 3. ഓക്കെ. ഈ -3 ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. -3 ഇവിടെ ഈ ഭാഗത്തോട്ട് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ എഴുതാം? -1 plus 3 less than or equal to 2 raised to y less than or equal to 1 plus 3. That is 2 less than or equal to 2 raised to y less than or equal to 4. So problem കഴിഞ്ഞു. 2 raised to 1 ആണ് 2 എന്ന് പറഞ്ഞാൽ less than or equal to 2 raised to y ആണ് less than or equal to 2 raised to 1. ഈ ചുമ്മാ എന്ത് ചെയ്യാം? ഈ പവർ 2 ന്റെ പവർ എന്ന നമ്പർ ചെയ്യാം. കമ്പയർ എക്സ്പോണന്റ്, കമ്പയർ പവർ, കമ്പയർ എക്സ്പോണന്റ്. അങ്ങനെ നമുക്ക് ഡിഗ്രി എന്ന് പറയാം. പിന്നെ പവർ എന്ന് പറയാം. പവർ ഓഫ്
1 less than or equal to y less than or equal to. So y belongs to 1. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ റേഞ്ച്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. അതും വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ? പക്ഷെ ഇവിടെ 2 ലോഗ് വരുന്നുണ്ട്. ഈ ലോഗിന്റെ ബേസ് റൂട്ട് ആണ്. റൂട്ടിനടുത്തൊരു സംഭവം വരുന്നുണ്ട്. സോ നമ്മൾ ട്യൂട്ടോറിയൽ 1 പറഞ്ഞിരുന്നു, ലോഗരിതത്തിനകത്ത് എന്ത് ഫംഗ്ഷൻ വന്നാലും അത് ഒരു നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കണം. That means that is greater than or equal to 0. So ഈ സാധനം greater than or equal to 0 ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോഗ് വരുന്നില്ലേ, ഈ ലോഗ്, ഈ ദിസ് ലോഗ് റൈറ്റ്, ഇവിടെ ബേസ് 2 ആണ്. ഇതിനകത്ത് ഒരു സാധനം വരുന്നുണ്ട്, ഇയാളും എന്തായിരിക്കണം, ഇയാളും greater than or equal to 0. ഓക്കെ, ലോഗിനകത്ത് എന്ത് ഫംഗ്ഷൻ വന്നാലും അവന്മാര് 0-നെക്കാട്ടി കൂടുതലായിരിക്കും. 0 ആണോ? റൈറ്റ്, 0 ആണോ? 0 ആണോ? Log 0 is not defined, right? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? This is greater than 0. Right? ഇവിടെ എന്താണ്? This is also greater than 0. ലോഗരിതത്തിനകത്ത് വരുന്ന സാധനം എപ്പോഴും 0-നെക്കാട്ടി കൂടുതൽ. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. ഇനി നോക്കാം, നമ്മൾ ചെറിയ കുറച്ച് മാനിപ്പുലേഷൻസ് ഒക്കെ നടത്താൻ പോകണം. നമുക്കറിയാം -1 less than or equal to sin x less than or equal to 1. അപ്പൊ sin square x എത്രയാ? ഈ ഭാഗത്തൊക്കെ നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് വാല്യൂസ്. നെഗറ്റീവ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി മാറും? അത് പോസിറ്റീവ് ആയി മാറും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് 0 less than or equal to sin square x less than or equal to. അപ്പൊ sin square x ന്റെ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ എത്രയാ? 1. Okay, so sin square x minimum value 0 and maximum value 1. Right. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ ഇതിന്ന് ഈ സാധനത്തിനൊന്ന് പുറത്തോട്ടെടുക്കാം. 16 sin square x plus 1. ഓക്കെ, അപ്പൊ ഇതിന്റെ മിനിമം വാല്യൂ എത്രയാ? മിനിമം വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 16 into 0 plus 1. 1. അപ്പൊ ഇയാളുടെ മിനിമം വാല്യൂ 1 ആണ്. മാക്സിമം വാല്യൂ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യാം? 16 into 1 plus 1. അത് പറഞ്ഞാൽ 17 ആണ്. സോ മാക്സിമം വാല്യൂ 17. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 less than or equal to 16 sin square x plus 1 less than or equal to 17 എഴുതാലോ. ഈ ടേമിന്റെ വാല്യൂ ഇതിനിടയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ലോഗ് എടുക്കാം. ഇവിടെ ലോഗ് എടുത്ത്, ഓക്കെ, എല്ലാ 3 ഭാഗത്തും നമുക്ക് ലോഗ് എടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ്, ഇവിടെ ബേസ് 2 ആണ്, 1 less than or equal to, ഇവിടെ നമ്മൾ ലോഗ് എടുക്കും. 16 sin square x plus 1 less than or equal to log base 2 17. ഓക്കെ, ഇനി ഇയാളുടെ വാല്യൂ എത്രയാ? ഇയാളുടെ വാല്യൂ 0 ആണ്. log 1 to any base is 0. അപ്പൊ ഇയാളെ നമുക്ക് എന്ത് എഴുതാം? ഇയാളെ നമുക്ക് 0. പ്രധാന കാര്യം എന്താ വെച്ചാല്, നമുക്ക് ഞാൻ അതിന് വന്നൊരു കാര്യം പറയാം. നമുക്ക് സപ്പോസ് ഇങ്ങനെ ഉണ്ട് വിചാരിക്കാം, 1 less than or equal to y less than or equal to 4. ഈ 1 4 ചുമ്മാ എടുക്കാം. ഞാൻ ഇവിടെ എനിക്ക് മൈനസ് ആക്കണം, ഇവിടെ എനിക്ക് മൈനസ് ആക്കണം, ഇവിടെ എനിക്ക് മൈനസ് ആക്കണം. എല്ലാ ടൈമും ഞാൻ -1 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇനീക്വാലിറ്റി എന്ത് ചെയ്യും? ഈ ഇനീക്വാലിറ്റി ചേഞ്ച് ആവും, ഇത് രണ്ടും ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിപ്പോ ലെസ് ദാൻ ആർ ഈക്വൽ ടു എന്നുള്ളത് ഗ്രേറ്റർ ദാൻ or equal to. ഇവിടെ ഞാൻ -1 മൾട്ടിപ്ലൈ ചെയ്യും, ഈ ഇനീക്വാലിറ്റി ഇയാള് ഗ്രേറ്റർ ദാൻ. അപ്പൊ നമുക്ക് ഇയാൾ എങ്ങനെ എഴുതാം? -4 less than or equal to -y less than or equal to -y. ഈ ഒരു ഇനീക്വാലിറ്റി ഐഡിയ കൂടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാല്, അല്ലെങ്കിൽ കാരണം ഉണ്ടല്ലോ, ഇവിടെ ഒരു മൈനസ് ആണ് വരുന്നത്, ഈ മൈനസ്. അപ്പൊ ഞാൻ ഇവിടെ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെ മൈനസ് മൾട്ടിപ്ലൈ. അപ്പൊ ഇനീക്വാലിറ്റി എന്ത് ചെയ്യുന്നു? ഈ ഇനീക്വാലിറ്റി ഗ്രേറ്റർ ദാൻ or equal to. അതുപോലെ തന്നെ ഈ ലെസ് ദാൻ or equal to എന്തായി? ഗ്രേറ്റർ ദാൻ or equal to. അപ്പൊ ഇയാളെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 2 കൊണ്ട് ഞാൻ ആഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഇവിടെ 2 കാണുന്നില്ലേ? ഇതെല്ലാം നമ്മളെ മൊത്തം ഈ ലോഗിനകത്തുള്ള ടേം ഇതാണ്. അപ്പൊ ഞാൻ അവിടെ 2 ആഡ് ചെയ്യാം. 2 ഇവിടെ 2 ആഡ് ചെയ്തു, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 2 ആഡ് ചെയ്തു, ഇവിടെ ഞാൻ ഓൾസോ ഐ ആഡഡ് 2. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാലോ, 2 minus log 70 to the base 2 less than or equal to 2 minus log 2.
16 sin square x plus 1. That is less than or equal to. Less than or equal to 2 എഴുതണം. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇനി നോക്കൂ, ഈ സാധനം എന്താണ്? log 70 to the base 70. This is always positive and greater than 2. ഇത് 2 നെക്കാട്ടി കൂടുതലായിരിക്കും. അപ്പൊ 2 മൈനസ് this term, that is greater than 2, right? A term greater than 2. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ടേം മൊത്തത്തിൽ ഇത് നെഗറ്റീവ് ആവും. നെഗറ്റീവ്, റൈറ്റ്? സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നെഗറ്റീവ് വാല്യൂ, ഓക്കെ, നെഗറ്റീവ് വാല്യൂ that is less than or equal to 2 minus log 2. ഇതിനകത്ത് 16 sin square x plus 1 less than or equal to. ഇവിടെ ഞാൻ ഇതിന്റെ വാല്യൂ എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അപ്പൊ എന്റെ ആവശ്യമില്ല. നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നോക്ക്, ഈ സാധനം എവിടെയാ വരുന്നത്? ഈ സാധനം ലോഗിനുള്ളിലാണ് വരുന്നത്, അല്ലെ? ഈ സാധനം വരുന്നത് ഈ ലോഗിനകത്താണ്, റൈറ്റ്? ഇതിനകത്താണ് ഇത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്ന സാധനം എന്തായിരിക്കണം? ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഗ്രേറ്റർ ദാൻ 0 ആണല്ലേ ഇതിനകത്ത് വരുന്ന സംഭവം. അപ്പൊ ഇവിടെ നെഗറ്റീവ് പറ്റത്തില്ല, ഈ നെഗറ്റീവ് പറ്റത്തില്ല. അപ്പൊ മിനിമം വാല്യൂ എത്രയാ? 0. അപ്പൊ നമുക്ക് എഴുതാം 0 ലെസ് ദാൻ, ലോഗിനകത്ത് 0 ഡിഫൈൻ അല്ല, ലെസ് ദാൻ 0. പിന്നെ നമുക്ക് ഇവിടെ എഴുതാം ലോഗ്, ഇതല്ലേ ലോഗ്, ഇവിടെ ബേസ് √2 ആണ്, അതിനകത്ത് വരുന്ന സാധനം ലോഗ്. ഈ സംഭവം നമ്മൾ നോക്കുന്നത് ഇവിടെ എഴുതാം. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു log √2 to the base 2. Okay, ഇങ്ങനെ എഴുതണ്ടേ? ലോഗ് എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ നെഗറ്റീവ് ആണ്. ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മിനിമം വാല്യൂ 0 ആണ്, അല്ലെ? അപ്പൊ ലോഗ് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ലോഗ് എടുത്തു, log √2 0. അപ്പൊ നമുക്കറിയാം log of 0 എന്ന് പറഞ്ഞാൽ പറയാം log of 0 ബേസിസ്. അപ്പൊ ഈ ലോഗ് ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ എടുക്കാം. ഇവിടെ ഈ പോയിന്റ് 1, ഇവിടെ ബേസിസ് a is equal to √2 is greater than 1. അപ്പം 0 പോകുമ്പോൾ എങ്ങോട്ട് പോകും? ഇതിന്റെ വാല്യൂ goes to minus. So we can write minus infinity less than log √2 2 minus log raised to 16 sin square x plus 1. This is less than or equal to. ഇവിടെ നമ്മൾ ചെറിയ ചേഞ്ച് വെക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം log √2 raised to 1/2, അല്ലെ? അപ്പൊ ഈ 1/2 ഇങ്ങോട്ട് പോകും. 1/2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറും? 1 divided by 1/2. ഇത് log 2 to the base 2. ഓക്കെ, അപ്പൊ ഇയാൾ എന്തായി മാറും? ഇത് മേലോട്ട് പോകും. അപ്പൊ 2 ആവും. 2 log base 2 ആണ്, വാല്യൂ 1. ഇതിന്റെ വാല്യൂ 1 ആണ്. സോ നമുക്ക് എഴുതാം ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ലെസ് ദാൻ മൈനസ്. So the value of y, range y belongs to open interval minus the range. Okay, അപ്പൊ ഇത് നമുക്കൊരു കോൺസെപ്റ്റ് കിട്ടി. നമുക്ക് എന്ത് കോൺസെപ്റ്റാ കിട്ടിയത്? നമ്മൾ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പറയാം log of any base, log of any base to 1, നമ്പർ 1 ആണ്, ഇതിന്റെ വാല്യൂ 0 ആയി. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇത് 1 അല്ലേ, നമുക്ക് ഇങ്ങനെ x മാറിയാം, ഇത് y. ഞാൻ ലോഗിന്റെ ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. ഇത് ഇങ്ങനെ പോകും, ഇത് log x, ഇത് y is equal to log x ന്റെ ഗ്രാഫാണ്. ഓക്കെ, ബേസ് ഈസ് എനി ബേസ് a. ഇവിടെ ഇങ്ങനെ വരണമെങ്കിൽ ഈ ബേസ് എന്താണ്? a is greater than 1. a greater than 1 ആണെങ്കിൽ y യുടെ വാല്യൂ എത്രയാണ്? minus infinity when x approaches 0. Okay, അപ്പൊ ഈ ലോഗിന്റെ ഗ്രാഫ് എത്രയാണ്? y യുടെ വാല്യൂ greater than 0. y യുടെ വാല്യൂ greater than 0. അപ്പം when x is greater than 1, x ഈ വാല്യൂസ്. Okay, ഇവിടെ y യുടെ വാല്യൂ എത്രയാ? less than 0. Then
0 less than x less than 1. And y the value is 0. But base condition important. Base condition greater than 1. Okay. The base of 0 into 1 into the condition. Okay. So, y is equal to log x graph for base lying in between 0 and 1. Okay, base value 1 now, base value negative. That we explained in tutorial 1. Okay. What is the graph? The graph is x in the value. Okay. Now, the graph. Okay. In between this region, right? That is greater than 0. So, we can say y is greater than 0 is x lying between 1. And the y is less than 0 is x is greater than 1. And y is equal to 0 if x is 1. Okay. When x tends to infinity, x tends to 0, right? X in the value 0 not approach. Y the value on x in 0 not approach, y the value on minus infinity. X tends to 0. Y that is tends to minus infinity. If a is greater than 1, base is greater than 1. Okay, this is important factor. Okay. Base 1 log 0 value. Log 0 is not defined, but we can say log 0 is minus infinity. Okay. That's x 0 y is going to plus. Okay. But the base base between 0 and 1. That is, base is lies between 0 and 1. Log 0. That is equal to plus. Okay. This is a very important. So I am concluding log 0 to the base a is equal to minus infinity if a is greater than 1. Log base a 0. This is equal to plus if a lies between 1. So this is a concept that we obtain by discussing this three problems. Okay. You will see in the tutorial. Okay, thank you.